നമ്മൾ ചർച്ച ചെയ്യുന്നത് വീര്യം കുറഞ്ഞ മദ്യത്തെക്കുറിച്ചാണെങ്കിൽ അതിൻ്റെ വിവാദത്തിൻ്റെ വീര്യം ഇപ്പോഴും കൂടി നിൽക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ നികുതി നിശ്ചയിച്ച തീരുമാനത്തിൽ നിന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇതുവരെ ഒരു ഇഞ്ച് പുറകോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. തീരുമാനം യു.ഡി.എഫിന് വിട്ടുവെങ്കിൽ പോലും ഇനി യു.ഡി.എഫ് ആയിരിക്കും അന്തിമ തീരുമാനം എടുക്കുക എന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞുവെങ്കിൽ പോലും ആ നികുതി നിശ്ചയിച്ച തീരുമാനത്തിൽ നിന്ന് അദ്ദേഹം പുറകോട്ട് പോകാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഫൈനാൻസ് ബില്ലിൽ ആ നികുതി ഘടനയുണ്ടാകും, ആ നികുതി തീരുമാനമുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ജൂലൈ 1-ാം തീയതി നിയമസഭയിൽ ഈ ബില്ല് വരും. സ്വാഭാവികമായും പ്രതിഷേധമുണ്ടാകും. പ്രതിഷേധങ്ങളെ മറികടന്നുകൊണ്ട് ആ ബില്ല് നിയമസഭ പാസാക്കിയാൽ എന്ത് സംഭവിക്കും എന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു നികുതി നിശ്ചയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ നിശ്ചയിച്ച നികുതിയിൽ ഉൽപ്പന്നം വിൽക്കാനുള്ള അവകാശവുമായി പിന്നെ വരാൻ പോകുന്നത് ബക്കാഡി കമ്പനിയായിരിക്കും. ബക്കാഡി കമ്പനിക്ക് അതിനു മുന്നിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. സർക്കാരിനെ സമീപിക്കാം, സർക്കാർ അത് റിജക്റ്റ് ചെയ്യും. ആ റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കാം. സ്വാഭാവികമായും കോടതിയിലൂടെ ഒരു വഴി വെട്ടിക്കൊടുക്കുന്ന ഒരു തീരുമാനമാണോ, ഒരു ലാർജർ പ്ലാനാണോ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റേത് എന്നത് വ്യക്തമല്ല. ഏതായാലും അങ്ങനെയൊക്കെ നോക്കിയാൽ അദ്ദേഹം വീര്യം കൂടി തന്നെയാണ് നിൽക്കുന്നത്. ഇന്ന് എക്സൈസ് മന്ത്രി എം ലിജുവിൻ്റെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് വ്യക്തമാക്കിയത്. കോൺഗ്രസിനകത്ത് വി.ഡി. സതീശൻ്റെ ഈ നിലപാടിന് കോൺഗ്രസിൽ പിന്തുണയില്ല. കോൺഗ്രസിൽ വി.ഡി. സതീശൻ ഈ വിഷയത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. കോൺഗ്രസിനകത്ത് ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് വി.എം. സുധീരനെ പോലുള്ള നേതാക്കൾ വലിയ വിമർശനവുമായി വരുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ എന്തിന് കെ.സി. വേണുഗോപാൽ, കോൺഗ്രസിനൊരു നയമുണ്ട്, ആ നയമനുസരിച്ചാണ് സർക്കാർ മുന്നോട്ട് പോകേണ്ടത്, അതുകൊണ്ട് ഇത് കോൺഗ്രസിൽ ചർച്ച ചെയ്യണം, യു.ഡി.എഫ് ചർച്ച ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ടത് കെ.സി. വേണുഗോപാലാണ്. പാർട്ടിയുടെ നയത്തിന് വിരുദ്ധമായി ആരെയും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് കെ.സി. വേണുഗോപാൽ നൽകിയത്. പക്ഷേ ഇന്നിപ്പോൾ എം ലിജു പറഞ്ഞത് വളരെ വ്യക്തമാണ്. അതായത് ഒരു മദ്യനയം ഉണ്ടാകണം, ആ മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കേണ്ടത്. ഇപ്പോൾ ഒരു മദ്യനയമില്ല. ആ മദ്യനയം ഇല്ലാത്തത് കൊണ്ട് ഇനി നിയമസഭയിൽ ഈ ബജറ്റിൽ എന്തൊക്കെ പാസ്സാക്കിയാലും അങ്ങനെയൊരു ഉൽപ്പന്നം വിൽക്കണോ വേണ്ടയോ എന്നത് എക്സൈസ് മന്ത്രി എന്ന നിലയിൽ ഞാൻ തീരുമാനിക്കും എന്നുള്ളതാണ്. അതിൻ്റെ നിയമവശങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ഉൽപ്പന്നം എങ്ങനെയാണ് വിൽക്കേണ്ടത്, അത് വിൽക്കണമെങ്കിൽ അതിൻ്റെ ബ്രാൻഡ് രജിസ്ട്രേഷൻ വേണം. ആ ബ്രാൻഡ് രജിസ്ട്രേഷനായി ഈ ബക്കാഡി കമ്പനി അപേക്ഷ നൽകുമ്പോൾ എക്സൈസ് കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത് അതിന് ബ്രാൻഡ് രജിസ്ട്രേഷൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അങ്ങനെ ഒരു രജിസ്ട്രേഷൻ അപേക്ഷ വരുമ്പോൾ ആ ഉൽപ്പന്നം വിൽക്കേണ്ടതില്ല എന്ന തീരുമാനമെടുക്കും എന്നത് ധീരമായി ഇന്ന് എക്സൈസ് മന്ത്രി എം ലിജു വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ ഈ ഒരു പ്ലാൻ നടക്കില്ല എന്ന ഒരു പൊളിറ്റിക്കൽ മെസ്സേജാണ് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഇരുന്നു കൊണ്ട് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശന് എം ലിജു ഇന്ന് നൽകിയിരിക്കുന്നത്.